അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷൻ കൂടുതൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗർഭഛിദ്രം നിർബന്ധിച്ചിട്ടല്ല എന്ന ഒരു വാദത്തിനായി രാഹുൽ തെളിവ് നൽകിയിരുന്നു. യുവതിയുമായുള്ള ചാറ്റാണ് രാഹുൽ തെളിവായി കൊണ്ടുവന്നത്. ഈ ചാറ്റിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി ആറാം പറയും. അനന്തൻ, ഇന്നത്തേക്ക് മാറ്റിയായിരുന്നു. അതായത് അത്ര വലിയ വാദങ്ങൾ നടന്നു എന്നതാണല്ലോ. കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സമയം ആവശ്യപ്പെടുകയും ചെയ്തു. എപ്പോഴാണ് കോടതി പരിഗണനയിലേക്ക് ഇത് വരിക? ഇൻ ക്യാമറ പ്രൊസീജിയർ ആയിരിക്കുമോ? എന്തൊരു സാധ്യതയാണ്? ശക്തമായൊരു തെളിവ് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവിഷ്, ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായുള്ള വാദം ശക്തമായ വാദമാണ് നടന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ട വാദമായിരുന്നു. ആ വാദത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച തെളിവെന്ന് പറയുന്നത് ഈ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി പെൺകുട്ടി സ്വയം തീരുമാനിച്ചാണ് ഈ ഗുളിക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ മരുന്ന് കഴിച്ചതെന്ന് വരുത്താനായിരുന്നു ശ്രമം. അതിന്റെ ഭാഗമായിട്ട് ചില തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ചാറ്റാണ് അതിൽ അവർ നിർണായക തെളിവ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചത്. അതിന്റെ ധ്വനി എന്ന് പറയുന്നത്, ആ ചാറ്റിന്റെ ധ്വനി എന്ന് പറയുന്നത്, പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഈ ഗർഭചിത്രം നടത്താൻ സന്നദ്ധയാണെന്ന് അറിയിക്കുന്നതും മരുന്ന് കഴിക്കാൻ സന്നദ്ധയാണെന്ന് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ചാറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ബാക്കി ശേഷിച്ച ഭാഗമുണ്ട്, ഇതിന്റെ പൂർണ്ണ രൂപമുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചത്. അത് സമർപ്പിക്കാൻ സമയം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രോസിക്യൂഷനോട് രേഖകൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഓർഡർ പെൻഡിംഗ് വെച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ ആ വിവരങ്ങൾ, ആ ചാറ്റ് വിവരങ്ങൾ, അതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച ചാറ്റിന്റെ പൂർണ്ണ രൂപം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ ചാറ്റ് കൂടി പരിശോധിക്കും. അപ്പോൾ ഈ അതിന്റെ ബാക്കി ഭാഗങ്ങളുടെ വായിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചാണ് പെൺകുട്ടിയെ കൊണ്ട് ഈ ഗർഭചിത്ര ഗുളികകൾ കഴിപ്പിച്ചതെന്ന് മനസ്സിലാകുമെന്നാണ് പ്രോസിക്യൂഷന്റെ അവകാശവാദം. അപ്പോൾ ആ ചാറ്റ് കൂടി കോടതി പരിഗണിക്കും. അതിനുശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഉത്തരവ് പറയുകയുള്ളൂ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാപകമായ പരിശോധന നടക്കുന്നു. അയാൾ മുൻകൂർ ജാമ്യം തെള്ളുകയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയും ഉണ്ടാകില്ല. ശരി. ആർ അനന്തകൃഷ്ണനാണ് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ, അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് വീണ്ടും വരുന്നു.